നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് പറയുന്ന ജ്യോതിഷ വിഷയം 2026 ജനുവരി 15 മുതൽ ഫെബ്രുവരി 12 വരെയുള്ള മകരമാസത്തെ രാശിഫലമാണ് ഞാൻ പറയുന്നത്. മകരമാസത്തെ രാശിഫലം. അപ്പൊ അതില് ഓരോ കൂറുകാർക്ക് എന്തെല്ലാം അനുഭവങ്ങളാണ് മകരമാസത്തിൽ ഉണ്ടാവുന്നത് എന്ന് നമ്മൾക്ക് വിസ്തരിച്ച് നോക്കാം. മകരമാസത്തിലെ രാശി ചക്രമാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. മകരമാസത്തിലെ രാശി ചക്രമാണ് എൻ്റെ കയ്യിലുള്ളത്. അതിൻ്റെ ഒരു ചാർട്ടാണ്. അപ്പോ മകരമാസത്തിൽ ഏതെല്ലാം ഗ്രഹങ്ങൾ ഏതെല്ലാം രാശികളിൽ നിൽക്കുന്നു എന്ന് നോക്കാം. എന്നിട്ടാണ് അതിന്റെ ഫലം ഓരോന്നായിട്ട് നിങ്ങളുടെ മുന്നിൽ സവിസ്തരം പറയുന്നത്. ആദ്യം തന്നെ വേഴമാണല്ലോ പ്രധാനം. സർവേശ്വര ഗ്രഹമാണ് വേഴം. അപ്പൊ വേഴം എവിടെ നിൽക്കുന്നു? വേഴം മിഥുനൻ രാശിയിലാണ്. അത് ബുധന്റെ രാശിയാണ്. അപ്പൊ വേഴം ബുധന്റെ രാശിയിൽ മിഥുനൻ രാശിയിൽ നിൽക്കുന്നു. ശനി വേഴത്തിന്റെ രാശിയിൽ മീനൻ രാശിയിൽ നിൽക്കുന്നു. രാഹു, അതായത് സർപ്പം, രാഹു കുംഭൻ രാശിയിൽ, അത് ശനിയുടെ രാശിയിൽ നിൽക്കുന്നു. കേതു ചിങ്ങൻ രാശിയിൽ സൂര്യന്റെ രാശിയിൽ നിൽക്കുന്നു. മകരൻ രാശിയിൽ 4 ഗ്രഹമാണ് മകരൻ രാശിയിൽ നിൽക്കുന്നത്. സൂര്യൻ, ശുക്രൻ, ബുധൻ, കുജൻ, അതായത് ചൊവ്വ. ഈ 4 ഗ്രഹങ്ങൾ മകരൻ രാശിയിലും മറ്റ് ഗ്രഹങ്ങൾ ഓരോരുത്തരുടെ ഓരോ രാശികളിലും നിൽക്കുന്നു. അപ്പൊ ഈ ഗ്രഹങ്ങളുടെ ഗോചരപരമായി ഉണ്ടാകുന്ന നക്ഷത്രഫലമാണ്, അത് രാശിക്കൂറിൽ വരുന്ന നക്ഷത്രഫലമാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് മേടക്കൂറിന്റെ ഫലം പറയാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? അശ്വതി, ഭരണി, കാർത്തിക, കാലി. ഈ നക്ഷത്രങ്ങളാണ് മേടക്കൂറിൽ വരുന്നത്. ഇവർക്ക് 7.5 ശനിയുടെ കാലവും കൂടിയാണെന്ന് ഓർക്കണം. 7.5 ശനി ഇവർക്ക് തുടങ്ങിക്കഴിഞ്ഞു. ഒന്നിച്ചില്ലാ വർഷമായി ഇപ്പൊ 7.5 ശനി മേടക്കൂറിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് തുടങ്ങിയിട്ട് ഇവർക്ക് ഈ മാസം വേഴം 3-ലും ശനി 12-ലും രാഹു 11-ലും കേതു 5-ലും നിൽക്കുന്ന ഗോചര സമയമാണ് ഇവരെ സംബന്ധിച്ച്. അപ്പോ രാഹു 11 വേഴം 3-ലും ശനി 12-ലും രാഹു 11-ലും കേതു 5-ലുമാണ് നിൽക്കുന്നത്. ഈ ഗോചര സമയമാണ്. അപ്പൊ 3-ലെ വേഴം, 3 എന്ന് പറയുന്നത് സഹോദരഭാവം. അപ്പൊ സഹോദരഭാവത്ത് നിൽക്കുന്ന വേഴം 3-ലെ വേഴം ഗുണം ചെയ്യും. അപ്പൊ വേഴം ഇപ്പൊ വക്രഗതിയിലാണ്. നേരത്തെ കർക്കിടകൻ രാശിയിൽ നിന്ന് പോയ വേഴം തിരിച്ചു ഇപ്പം മിഥുനൻ രാശിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ വേഴം വക്രഗതിയിലാണ് ഈ മിഥുനൻ രാശിയിൽ നിൽക്കുന്നത്. അപ്പം വേഴം 3-ാം ഭാവത്തിലാണ്. അപ്പം 3-ാം ഭാവം എന്ന് പറയുന്നത് സഹോദരഭാവം. ധൈര്യം, വീര്യം, ച ദുർബുദ്ധി, സഹോദര പരാക്രമവും, ദശകർണ, സഹായോജ, ചിന്തനീയ, തൃതീയത. ഇതാണ് 3-ാം ഭാവത്തിന്റെ പ്രമാണം. അപ്പൊ 3 എന്ന് പറഞ്ഞാൽ അപ്പൊ സഹോദരഭാവമായിട്ട് കൂടുതൽ കാണും. അപ്പൊ സഹോദരഭാവത്താണ് വേഴം നിൽക്കുന്നത്. അതിന്റെ സഹോദര ഗുണം കിട്ടും. പിന്നെ 12-ലെ ശനി അവർക്ക് 7.5 ശനിയുടെ സമയമാണ്. അപ്പൊ 12-ലെ ശനി ദുർച്ചെലവ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വരുത്തും. ഈ മാസം 12-ലെ ശനി യാത്ര സംബന്ധമായ തടസ്സങ്ങളും ഈ ശനി 12-ലെ ശനി ഉണ്ടാക്കും. യാത്ര സംബന്ധമായ ചില തടസ്സങ്ങൾ.
അപ്പൊ കഴിയുന്നതും ഈ മാസം യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അത് നീട്ടിവെക്കുന്നതാണ് നല്ലത്. പിന്നെ 11-ലെ രാഹു, 11 എന്ന് പറഞ്ഞ വരുമാനത്തിന്റെ ഭാവമാണ്. അപ്പൊ 11 പാപഗ്രഹമാണ്, രാഹു പാപഗ്രഹമാണെങ്കിലും 11 രാഹു ഗുണം ചെയ്യും. അപ്പൊ 11 രാഹു വരുമാനം വർദ്ധിക്കാൻ അതിന് ഇടയാക്കും. ഇനി 5 കേതു, 5 എന്ന് പറയുന്നത് സന്താന ഭാവമാണ്. അപ്പൊ സന്താന ഭാവത്ത് കേതു നിൽക്കുമ്പോൾ അതൊരു പാപഗ്രഹമാണ് കേതു. ഈ പാപഗ്രഹം 5 നിൽക്കുമ്പോൾ വരുമാന വർധനക്ക് രാഹുവിനെ കൊണ്ട് വരുമാന വർധന ഉണ്ടാകുമെങ്കിലും കേതുവിനെ കൊണ്ട് 5 സന്താനഭാവം, അപ്പൊ സന്താന ദുഃഖങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ച ഒരു നല്ല അനുഭവം അവരിൽ നിന്നും നമുക്ക് കിട്ടാൻ ഇടയില്ല. പിന്നെ മറ്റു ഗ്രഹങ്ങളുടെ നിൽപ്പനുസരിച്ച് കർമ്മരംഗത്ത് ചില പുരോഗതികൾ ഈ മാസത്തിൽ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ്. സാമ്പത്തികമായി നേട്ടങ്ങളും ഇവർക്കുണ്ടാകും. കാരണം ധനകാരകനായ വേടമല്ലേ വക്രത്തിൽ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ കൊണ്ടും ധനകാര്യ നേട്ടങ്ങൾ ഉണ്ടാകാം, സാമ്പത്തിക നേട്ടം ഉണ്ടാകും. പിന്നെ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു സമയവും കൂടിയാണ് ഇവരെ സംബന്ധിച്ച്. ഈ മാസം പുതിയ ഉത്തരവാദിത്തങ്ങൾ അവർക്ക് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. പിന്നെ അതേപോലെ തന്നെ ചില പ്രവർത്തികളിൽ അവർക്ക് ചില തിരിച്ചടികൾ ഉണ്ടാകുമെങ്കിലും അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകാൻ വേഗത്തിന്റെ ആ 3-ലെ സ്ഥിതി കൊണ്ട് ഈ മേടക്കൂറുകാർക്ക് അതിനുള്ള കാര്യങ്ങൾ വന്നു ചേരുന്നതാണ്. അപ്പൊ മൊത്തത്തിൽ നോക്കിയാൽ മേടക്കൂറുകാരെ സംബന്ധിച്ച്, കാരണം വേടം സർവേശ്വര ഗ്രഹമാണ് 3-ാം ഭാവത്തിൽ നിന്ന്. വേടം പ്രസാദിച്ചാൽ എല്ലാ ഗ്രഹങ്ങളും പ്രസാദിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ 3-ൽ നിൽക്കുന്ന വേടത്തെ കൊണ്ട് ഇതിനെല്ലാം നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ വന്നാൽ ഈ മകരമാസം ഈ മേടക്കൂറുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായി കാര്യങ്ങൾ കടന്നു പോകും. ഇനി ഇടവക്കൂറുകാരെ കാര്യം നോക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക, മുക്കാലി, രോഹിണി, മകീരം, മര. ഇതാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവർക്ക് വേടം 2-ൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് വേടം എവിടെയാണ്? 2-ലാണ്. ഇടവൻ രാശിയുടെ 2ആണ് മിഥുനൻ രാശി. അപ്പൊ മിഥുനൻ രാശിയിലാണല്ലോ വേടം നിൽക്കുന്നത്. ഇവരുടെ 2-ൽ ധനസ്ഥാനത്ത് വേടം നിൽക്കുമ്പോൾ, അപ്പൊ ധനസ്ഥാനത്ത് ധനകാരകനായ വേടം നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ധനപരമായ ഉയർച്ച അവിടെ ഉണ്ടാവും. ഈ മാസം ഇവർക്ക് സാമ്പത്തിക വരുമാനം വർദ്ധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ശനി 11-ൽ നിൽക്കുന്നതിനാൽ ആഗ്രഹങ്ങൾ പലതും ഇവരെ സംബന്ധിച്ച് നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം 3, 6, 11-ൽ നിൽക്കുന്ന ഭാവഗ്രഹങ്ങൾ അത് ആ ജാതകന് ഗുണം ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പൊ ശനി 11-ൽ നിൽക്കുന്നതിനാൽ ആഗ്രഹങ്ങൾ പലതും ഇവർക്ക് നടക്കാൻ സാധ്യത കാണുന്നുണ്ട്. അതുകൂടാതെ ഇടത്തെ ചെവി സംബന്ധമായ രോഗസംബന്ധമായ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇടത്തെ ചെവിക്ക് ചില നീർക്കെട്ട്, അതേപോലെ ചെവി വേദന, ഇതെല്ലാം ഉണ്ടാകാനും ഇവരെ സംബന്ധിച്ച് കാണുന്നുണ്ട്. പിന്നെ രാഹു 10-ൽ നിൽക്കുന്നതിനാൽ, 10 എന്ന് പറഞ്ഞാൽ കർമ്മഭാവം. അപ്പൊ കർമ്മഭാഗത്ത് രാഹു നിൽക്കുന്നതിനാൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഉദ്ദേശിച്ച ഫലം ചിലപ്പോൾ ഇവർക്ക് കിട്ടാതെ വരികയും ചെയ്യും. ചില തടസ്സങ്ങൾ വന്നു ചേരുകയും അതോടൊപ്പം ഇവർക്ക് ചില കാര്യങ്ങൾക്ക് കാലതാമസം വന്ന് കൂടുകയും ചെയ്യും. കേതു 4-ൽ നിൽക്കുന്നതിനാൽ അമ്മയുടെ പ്രീതി കിട്ടാതെ വരികയും ചെയ്യും. മറ്റ് ഗ്രഹങ്ങളുടെ നിൽപ്പനുസരിച്ച് ഈ ഇടവക്കൂറുകാർക്ക് ഈ മകരമാസത്തിൽ വിദേശയാത്രക്ക് അനുകൂലമായ സമയമാണ്. വിദേശയാത്ര പോകാനോ അല്ലെങ്കിൽ ദൂരയാത്ര പോകാനോ അല്ലെങ്കിൽ അതുകൂടാതെ മറ്റ്
മംഗളകരമായ യാത്രകൾ, മംഗളകരമായ കാര്യങ്ങൾക്ക് വേണ്ടി യാത്ര പോകാനും ഒക്കെ ഒരു നല്ല ഒരു മാസമാണ് ഈ മകരമാസം ഇടവക്കൂറുകാരെ സംബന്ധിച്ച്. മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രം മകീരം, അര, തിരുവാതിര, പുണർദം, മുക്കാല്. ഇതാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവർക്ക് ഈ മാസം വേഴം ജന്മത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ ജന്മരാശിയിൽ വേഴം നിന്നാൽ പൊതുവെ അതത്ര ഗുണകരമല്ല. എന്നാൽ വേഴം ഇവിടെ വക്രഗതിയിലാണ് നിൽക്കുന്നത്. വക്രഗതിയിൽ നിൽക്കുന്ന ഗ്രഹത്തിന് ഫലദാനശേഷി കൂട്ടിത്തരാൻ കഴിയും എന്നാണ് ജ്യോതിഷ ആചാര്യന്മാർ പറയുന്നത്. അപ്പൊ ഇവർക്ക് ഈ മാസം വേഴം ജന്മത്തിൽ നിൽക്കുന്നത് കൊണ്ട് വലിയ ദോഷാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. വക്രഗതിയിലാണല്ലോ വേഴം. അപ്പൊ അതുകൂടാതെ ശനി കർമ്മത്തിൽ നിൽക്കുന്നതിനാൽ പ്രവൃത്തി തടസ്സങ്ങൾ ഇവരിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശനി കർമ്മഭാഗത്ത് 10ലാണ് നിൽക്കുന്നത്. തൊഴിൽ രംഗത്ത് ചില സമ്മർദ്ദങ്ങൾ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് അപ്പോൾ തൊഴിൽ രംഗത്തുള്ള ആ സമ്മർദ്ദം വേഴത്തിനെ കൊണ്ട് ഇവർക്കത് ആ തടസ്സങ്ങൾ, സമ്മർദ്ദങ്ങൾ ഇവർക്ക് മാറ്റിയെടുക്കാനും കഴിയുന്നതാണ്. പിന്നെ രാഹു 9ലാണ് ഇവരെ സംബന്ധിച്ച് നിൽക്കുന്നത്. 9ലെ രാഹു പിതാവിന്റെ ആനുകൂല്യങ്ങൾ ഇവർക്ക് കിട്ടാനുണ്ടെങ്കിൽ അതിനെ തടയുകയും ചെയ്യും. കേതു നിൽക്കുന്നത് 3ലാണ്. 3ൽ കേതു നിൽക്കുന്നതിനാൽ സഹോദരൻ ഗുണം കുറയുകയും ചെയ്യും. അനാവശ്യമായ തർക്കങ്ങളിൽ ഈ മാസം ഈ നക്ഷത്രക്കാർ ചെന്ന് ഇടപെടരുത്. വാക്കുകൾ സംസാരിക്കുമ്പോൾ വളരെ മിതത്വം പാലിക്കുകയും ചെയ്യണം. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ മിഥുനക്കൂറുകാർക്ക് വേഴത്തിന്റെ ആനുകൂല്യം മാത്രമേ കിട്ടുന്നുള്ളൂ. ബാക്കി മറ്റ് ഗ്രഹങ്ങളുടെ ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല. അതിന്റെ പേരിൽ വേഴത്തിനെ കൊണ്ട് മറ്റ് കാര്യങ്ങൾ, ഇവർക്കുണ്ടാവുന്ന ചില തടസ്സങ്ങൾ വേഴത്തിന്റെ ശുഭത്വം കൊണ്ട് ഇതിനെ മാറ്റിയെടുക്കാൻ ഇവർക്ക് കഴിയുന്നതാണ്. സർവേശ്വര ഗ്രഹമാണ് വേഴം. വേഴം പ്രസാദിച്ചാൽ മറ്റ് ഗ്രഹങ്ങളും പ്രസാദിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.